ഹായ്, വെൽക്കം ടു സബ റെന്റൽസ്. എല്ലാവരും ഓണൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഓണൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു ഇന്ററാക്ഷന് വേണ്ടി വന്നതാണ്. കുറച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്റെ കളക്ഷനൊക്കെ ഇഷ്ടമായി എന്നുള്ളത് ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൂടെയും നമുക്ക് മെസ്സേജ് ഇട്ട് അയക്കാറുണ്ട്. അപ്പൊ അതിന് വളരെയധികം സന്തോഷം. ഞാനൊരു ചുരുങ്ങിയ കാലയളവിൽ എന്റെ ഒരു ഇത് ഇഷ്ടപ്പെട്ടു, എന്റെ ഷോപ്പിലത്തെ ഓർണമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നൊരു ചിലപ്പം നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ, ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിചാരിച്ചത്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കങ്ങനെ ക്ലിയർ ആയിട്ട് കാണാനില്ല എന്നുള്ളത്. അത് ഞാൻ വാട്സാപ്പിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഷോപ്പും കൂടി ആയ കാരണമാവും ഈ ഫാസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഷോപ്പിലോ കസ്റ്റമേഴ്സ് വരും. അത് കഴിഞ്ഞുള്ള ഫ്രീ ടൈമിലാണ് ഞാൻ നിങ്ങളോട് ഈ ഓർണമെന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും പറയുന്നതും. അപ്പൊ രണ്ടും കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി പോയി. പിന്നെ ഓണസമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രീ അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടാറില്ല, കുറവാണ്. പിന്നെ ഞാനും എന്റെ സ്റ്റാഫും ഒരാളും കൂടിയിട്ട് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഷോപ്പിൽ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ആ ഫ്രീ ടൈമിലാണ് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ആ സമയത്ത് ചുരുങ്ങിയ ആ സമയത്തിന്റെ ഉള്ളിലാണ് കുറച്ച് മാലകളും എന്റെ ഇവിടുത്തെ ഷോപ്പിൽ, അപ്പോഴല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. മറ്റേത് ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഷോപ്പ് എവിടെയാണ്, എന്തെല്ലാം ഓർണമെന്റ്സ് ഉണ്ട്, എങ്ങനെയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, വലിയ വലിയ കളക്ഷൻസ് ഒന്നും, വലിയ മാലകളോടൊന്നും ഇപ്പൊ ഒന്ന് ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല. ചിലതെല്ലാം ഒരുവിധ കല്യാണ പെൺകുട്ടികൾ മാത്രമേ വലിയൊരു മാല പക്ഷെ കല്യാണ പെൺകുട്ടികളായാലും ഇപ്പോഴും സിമ്പിൾ ആയുള്ള ഒരു മാല ഉണ്ടോ എന്ന് വെച്ചാൽ അവർ 2-3-4 പീസസ് ഇട്ടിട്ടൊക്കെ സെറ്റ് ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അപ്പൊ അങ്ങനെയാണ് ചെറിയ മാലയായിരിക്കും, ചെറിയ പീസസ്. അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് സെല് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ചെറിയ വലിയ റേറ്റ് ഇല്ലാത്ത മാലകളാകുമ്പോൾ നിങ്ങൾക്ക് എടുത്തു വെക്കാമല്ലോ. നിങ്ങളെ വീട്ടിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ ഷോപ്പിൽ വന്നിട്ട് റെന്റിൽ എടുക്കണേക്കാളും ചെറിയ ചെറിയ മാലകൾ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കുട്ടികളൊക്കെ അവരൊക്കെ കൂടുതലായിട്ട് വരാറുണ്ട്, കോളേജ് സ്റ്റുഡൻസും ടീച്ചേഴ്സ്, കുറെ പാരന്റ്സ് അമ്മമാരൊക്കെ വരാറുണ്ട്. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ ഒരു താങ്ക്സ് പറയാൻ വെച്ചിട്ടാണ് കുറച്ച് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിട്ട്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കാണുന്നില്ല, ക്ലിയർ ആയിട്ട് മനസ്സിലാവണമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ അടുത്തുള്ള തെറ്റ് തന്നെയാണ്. ചിലപ്പോൾ ഞങ്ങൾ എടുക്കണ ഇതില് വേഗം കസ്റ്റമർ വരുമ്പോൾ ചിലപ്പോൾ വേഗം ഇങ്ങോട്ട് ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ എടുക്കാന്ന് വെക്കും. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്. അപ്പൊ സോറി, ക്ഷമിക്കുക. അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെയധികം താങ്ക്സ് ഉണ്ട്. പിന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവർക്ക് ആ മാലയുടെ പിക്ചർ മാത്രം അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കുറെ പേര്. അപ്പൊ അവർക്കും ഇപ്പൊ ചിലപ്പോ യൂട്യൂബിൽ അധികം അവർ ചെയ്യാറില്ല. മിക്കതും വാട്സപ്പായിട്ടും ഇൻസ്റ്റാഗ്രാമായിട്ടാണ് എനിക്ക് കോണ്ടാക്ട്സ് വരിക. അപ്പൊ അവർക്കാണ് ഞാൻ പെട്ടെന്ന് അവർക്ക് ഞാൻ ഫോട്ടോസ്, അതൊന്ന് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരുമെന്ന് വെക്കുമ്പോൾ ഞാൻ ആ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ ഞങ്ങൾ കണക്റ്റഡ് ആവുക. അപ്പൊ ഞാൻ ഈ വലിയ ലെങ്ത് ആയതൊന്നും ബോറടിക്കുകയും ചെയ്യരുത്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഇതുപോലെ ലെങ്ത് ഉള്ളത് ഇട്ടിടും. ഇനി നമുക്ക് ഇന്നൊരു ശരിക്കൊരു പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ശരിക്കും വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല പ്രീമിയം കളക്ഷൻസ് ഞാനൊരു 4-5 ജസ്റ്റ് എന്റെ അടുത്തുള്ളത് ഇപ്പൊ ജസ്റ്റ് ഞാൻ പുതിയത് വന്നത് ഞാൻ കാണിക്കാം. അപ്പൊ വളരെയധികം താങ്ക്സ് ഉണ്ട്. നിങ്ങൾ എന്നെ ഇത്രയും സക്സസ് ആക്കിയത്. യൂട്യൂബ് ഞാൻ കുറച്ച് കാലയളവിലാണ് ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അധികമായിട്ടില്ല എന്ന് എന്റെ ഒരു അറിവിൽ, ഒരു 2 months കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൽ തന്നെ എന്നെ ഇത്രയും സക്സസ് ആക്കി, എന്റെ ഷോപ്പിനെയും സക്സസ് ആക്കി, ഓർണമെന്റ്സ് മേടിച്ച് എന്നെ നല്ല ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നിങ്ങൾ കസ്റ്റമേഴ്സിനോട് വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഒന്നും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇനിയിപ്പോ ചെറുതായാലും വലുതായാലും അത് ചോദിക്കാൻ മടിക്കേണ്ട. ഇതിൽ കാണിക്കാത്തതായാലും നിങ്ങൾ ചോദിക്കാൻ മടിക്കേണ്ട. എല്ലാതും ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചോളണമെന്നില്ലല്ലോ എനിക്ക്. അപ്പൊ ചോദിക്കാനൊന്നും മടിക്കണ്ട. നിങ്ങൾ എന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ യൂട്യൂബിലൂടെ പറയാൻ പറ്റില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ എന്തെങ്കിലും ഞാൻ എന്റെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പൊ അതിലൊക്കെ വന്ന് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ. യൂട്യൂബിൽ പറയാൻ പറ്റുമെങ്കിൽ യൂട്യൂബിലും പറയാ. പിന്നെ നിങ്ങൾ ഒരുവിധ ആൾക്കാർ എന്ത് ചെയ്യുന്നു, കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും. എന്നിട്ട് അവര് പറയും നമുക്ക് കാണുന്നില്ല, കിട്ടണില്ല, അങ്ങനെയെന്നൊക്കെ പറയും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ അമർത്തുക. അപ്പോഴൊക്കെ നമുക്ക് ഇടുന്ന അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടും. നിങ്ങൾക്ക്
ജസ്റ്റ് ഒന്ന് കണ്ടുപോവാലോ നിങ്ങൾക്ക്. ഇപ്പൊ എപ്പോഴും എല്ലാവർക്കും എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടുപോയാൽ നിങ്ങൾക്ക് ആൾക്കാർ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പാസ് ചെയ്യാം, അവരോട് പറയാ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട്, നിങ്ങളൊന്ന് അന്വേഷിച്ച്, നിങ്ങൾക്കും അവർക്ക് പറയാനായിട്ടുള്ള ഒരു അവസരമല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണാം, നിങ്ങൾക്ക് എന്തെല്ലാം വീഡിയോസ് ഇടണോ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു പോവാം. ഇപ്പൊ ഇന്ന് ഞാൻ 3-4-5 നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ ആ പ്രീമിയം കളക്ഷനിൽ വരുന്ന മാല. നിങ്ങൾക്ക് നല്ല പടുത്ത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് വിചാരിക്കുന്നു. പിന്നെ റൂബിയാണ്, പിന്നെ ഒരു ഡയമണ്ട് ആണ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് റെന്റലിന് കൊടുക്കാട്ടോ. ഇതിപ്പോ ഒരു 120, 110 അല്ലെങ്കിൽ 200, 250 നമുക്ക് ഇങ്ങനെ ചെറിയ മാലകൾ. ഇത് ക്വാളിറ്റി ഉള്ളതായ കാരണം റേറ്റ് ഉണ്ട് ഇതിന്. അപ്പൊ നിങ്ങൾക്കിപ്പോ റെന്റലിന് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു വില ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ മാലകളാണ്. പിന്നെ റെന്റൽ അല്ലാത്തതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് പൈസ കൊടുത്തിട്ടാണെങ്കിലും എടുക്കാം. നല്ല പ്രീമിയം കളക്ഷൻ മാലയാണ്, റൂബിയും വൈറ്റ് സ്റ്റോണും വന്നിട്ടുള്ള നല്ല പ്രീമിയം കളക്ഷൻ. അതിന്റെ ചെയിനാണ്, ഇയറിംഗ് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് നമുക്ക് ഇയറിംഗ് ആയിട്ട് വരുന്നത്. ഞാൻ വേണമെങ്കിൽ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടാവും വിചാരിക്കുന്ന 2 ഇയറിംഗും വരുന്നുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞു. അടുത്തത് ഞങ്ങൾക്ക് വേറൊരു ആന്റിക് പീസിൽ തന്നെയാണ്, ഡയമണ്ടിൽ തന്നെയാണ് വരുന്നത്. വൈറ്റ് സ്റ്റോണും നല്ല ലീഫ് പോലത്തെ, അത് നല്ല ഭംഗിയുണ്ട്. എനിക്കിതൊരു സിമ്പിളായിട്ട്, നമുക്കതിപ്പോ ഇങ്ങനെ ചെണ്ടില്ലാത്തോണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് കേട്ടാ. അടുത്തത് വരുന്നത് ഒരു ഡയമണ്ട്, വെറും ഒരു ഡയമണ്ട് റൂബി മാത്രമുള്ള ഒരു ചെയിനാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. ഞാൻ കയ്യിലൊക്കെ വെച്ചിങ്ങനെ കാണിക്കുകയാണ്, പക്ഷെ അതെങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെക്കാം. ഇത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ, നല്ലൊരു കല്യാണത്തിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മാലകളാണ്. അതിന്റെ ശേഷം നമുക്ക് ഇനി വേറൊരു മാലയും വരുന്നുണ്ട്. ഇതും റൂബിയിലും നമുക്ക് ഒരു ഡയമണ്ടിലും തന്നെയാണ്. ഷേപ്പിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ ഒരു കട്ടാണ് ഇതിൽ. നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കട്ട് പോലെ വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഒരു മാലയാണിത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അതിന്. അടുത്തത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു കോറലാണ്. കോറലും പിന്നെ ഒരു ഗ്രീൻ സ്റ്റോണും വൈറ്റ് സ്റ്റോണും ഒക്കെ കൂടി മിക്സ് ചെയ്ത നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പീസാണ്. കോറലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ എന്താ നല്ലത് ഭംഗിയുള്ള ഒന്നാണ്. അടുത്ത് കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് പിന്നെ അതിന്റെ ഇയറിംഗ് ആണ്, ഞാൻ കാണിക്കാൻ മറന്നു. ഇത് ആ കോറലിന്റെ ഇയറിംഗ് ആണ് 2 അടുത്തതിന്റെ മറ്റേ വേറൊരു മാല ആദ്യം കാണിച്ചതിന്റെ 2 ഇയറിംഗ് ആണ് കേട്ടോ. അതാണ് ഇതിന്റെ കളക്ഷൻസ് ഇങ്ങനെ കാണിക്കാനത്. ഇപ്പൊ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ എന്റെ നമ്പർ ഒക്കെ വേണമെങ്കിൽ ഇതിൽ എഴുതി കാണിക്കാം. നമ്പർ വരുന്നത് 9746611249 ആണ് നമ്പർ വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ കളക്ഷൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇപ്പൊ ഇത് കാണിച്ച പോലെ ചേച്ചി വേറെ എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ സജഷൻ ആയിട്ട് ഇൻബോക്സിൽ വന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. എന്ത് മനസ്സിലും നിങ്ങൾ എന്നോട് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായങ്ങൾ എന്നോട് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നെ ഇപ്പൊ ഇത്രയും നല്ല സക്സസ് ആക്കി മാറ്റിയത് വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പൊ അത് നിങ്ങളോട് തന്നെ ഡയറക്റ്റ് ഷോർട്സ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് കാണിച്ച് പറഞ്ഞങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഒരു വീഡിയോ ആകുമ്പോൾ നമുക്കൊരു ശരിക്കും ഇന്ററാക്ഷൻ ആയപ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് തോന്നുന്നു, ഒരു ഫീലിങ്സ് നിങ്ങളോട് പറയുമ്പോൾ ഒരു സമാധാനം തോന്നും. പക്ഷെ നിങ്ങളോട് ഞാൻ വിചാരിക്കാറുണ്ട് എപ്പോഴൊന്ന് പറയണം, ഒരു താങ്ക്സ് പറയണമെന്ന് വിചാരിക്കാറുണ്ട്. നമ്മൾ തുടങ്ങിയ ചെറിയൊരു കാലയളവിൽ എന്നെ ഒരു സക്സസ് ആക്കിയ എന്റെ സ്റ്റാഫിനെ എന്റെ ഷോപ്പിനെയൊക്കെ ഒന്ന് സക്സസ് ആക്കിയത് വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളൊരു ലേഡീസ് തുടങ്ങിയ ഒരു ചെറിയൊരു സ്ഥാപനം, അത് നിങ്ങൾ ഇത്രയും വിജയിപ്പിച്ചതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. നന്ദി.